അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷമുണ്ടെങ്കിലേ വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം. ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ജനനായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, അത് സഖാവ് AKG എന്നാണ്. AKGക്ക് ഇപ്പോൾ ഒരു പിന്തുണച്ചക്കാരുണ്ടായിരിക്കുന്നു. അത് നമുക്ക് ഏവർക്കും അറിയാം. പാർലമെന്റ് അംഗമാണ്, CPM-ന്റെ ഒരു വിപ്ലവ തീപ്പന്തമാണ്, അഖില ലോക വിദ്യാർത്ഥി സംഘടനയുടെ ലോക പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പേര് ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? AA റഹീം എന്നാണ്. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. അതേ യൂണിവേഴ്സിറ്റി കോളേജിലും പിന്നീട് നമ്മുടെ ലക്ഷ്മി നായരുടെ ലോ കോളേജിലൊക്കെ പഠിച്ച് ബിരുദം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA ഉണ്ട്. പിന്നെ കേരള ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് പാസ്സായ ഒരു LLB-യും ഉണ്ട്. അദ്ദേഹം ഭാരതീയ വിദ്യാഭവനിൽ ചേർന്ന് ജേർണലിസത്തിന്റെ ഒരു ഡിപ്ലോമ പാസ്സായിട്ടുണ്ട്. കുറച്ചാൾ ദേശാഭിമാനി പത്രത്തിൽ ലേഖകനായിരുന്നു. DYFI-യുടെ അഖില ലോക പ്രസിഡന്റാണ്. എല്ലാത്തിനും ഉപരി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗവുമാണ്. ഇവനാളൊരു സകല എന്തോടാ വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. രാജ്യസഭയെ പിടിച്ചു കുലിക്കുക. റഹീമിന്റെ പല പ്രസംഗങ്ങളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. സാർ, ഇന്ത്യ ഈസ് എ കൺട്രി. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇറ്റ് ഈസ് എ സെക്യുലർ കൺട്രി. ഇറ്റ് ഈസ് എ ലാർജ് കൺട്രി. സാർ, നോട്ട് ഓൺലി ബട്ട് ഓൺലി നോട്ട് ഓൾസോ എന്നൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകപ്രസിദ്ധമാണ്. AKGക്കോ അല്ലെങ്കിൽ SA ഡാഗേക്കോ ഇന്ദ്രജിത്ത് ഗുപ്തക്കോ സോമനാഥ് ചാറ്റർജിക്കോ ഇവൻ ജോൺ ബ്രിട്ടാസിന് പോലും കരുത പ്രസംഗം നടത്താൻ പറ്റില്ല. അതായത് രാജ്യസഭയെ പ്രകമ്പനം കൊള്ളിച്ച റഹീമിന്റെ സിംഹഗർജനം. പിന്നീട് നമ്മൾ കണ്ടത് അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷമുണ്ടെങ്കിലേ വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം. ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട, ഞങ്ങൾ എവിടേക്കും വരില്ല. പക്ഷേ ഞങ്ങളുടെ മേൽ എവിടെയെങ്കിലും വന്നാൽ ഒരിഞ്ചു പിറകോട്ട് പോകുമെന്ന് ഒരു തിരക്കരുതണ്ട. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഒരു കോൺഗ്രസ് നേതാവും കരുതണ്ട. ഭരണം വെച്ച ചെയ്തു കളയാനാണ്. ഏത് ഭരണം? ഭരണം വെച്ച് നിങ്ങൾ എന്താ പോലീസിനെയാണോ ഉപയോഗിക്കുന്നത്? പോലീസ് നിയമപരമായി നിൽക്കും. പോലീസ് നിയമപരമായി നിന്നില്ലെങ്കിൽ പോലീസിനെ നിയമപരമായി നിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല. മനസ്സിലായാടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാക്കേണ്ടതില്ല. ഉണ്ടാക്കിയാൽ തിരിച്ചു നിയമപരമായ പ്രതിസന്ധികൾ ഞങ്ങൾ ഉണ്ടാക്കും. അതുണ്ടാക്കാനൊക്കെ നല്ല വശമുള്ളവരാ, അതുണ്ടാക്കുകയും ചെയ്യും. ഇനി അവിടെ ഇരുന്നില്ലെങ്കിൽ ഇക്ക കരയിവിട മക്കളെ, ഇരിക്കടാ. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാ മതിയല്ലോ. പൊട്ടിയോട്ടം ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് അല്ലാട്ടോ പോലട്ടോ പിടിക്കാട്ടോ. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. പിള്ളേരെ ആവശ്യമില്ലാതെ പിരികേറ്റി അടി കൊള്ളിച്ചിട്ട് ഒരാവശ്യവും ഇല്ലാത്ത ആവേശം തള്ളിക്കയറ്റി കൊടുത്തിട്ട് മൂലത്തിലെ മഞ്ഞൾ മാറാത്ത കൊച്ചുങ്ങളെയും വിളിച്ച് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് സർക്കാരിൻ്റെ കുറേ വെള്ളവും ചെലവാക്കി.
അവസാനം അടി വീണപ്പോൾ ഇക്ക അങ്ങ് മുങ്ങി, അങ്ങ് ദൂരെ മാറി നിന്ന് ആ റഹീമിക്ക സംഘർഷം നിയന്ത്രിച്ചത്. അതൊന്ന് കാണേണ്ടതായിരുന്നു. എനിക്കല്ലേ അബദ്ധം പറ്റിയത്. ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട. നന്നായി 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 ചന്ദ്ര വഞ്ചകനാ. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പ് ശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ? നമുക്ക് ചുമ്മാ കാര്യം ഇടപെടാൻ പറ്റൂ? ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? പോടാ. രണ്ട് കൈയിലും ഒടിഞ്ഞിട്ട് പോലീസിന്റെ അടി കൊണ്ട് ഒടിഞ്ഞ് ഒരാൾ രണ്ട് കൈയും ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടൊരു പയ്യൻ. ഇത് കണ്ടിട്ട് ഇതെന്തോടെ കിലുക്കത്തിലെ ജഗതിയാണോ എന്ന് ഒരുപാട് പേര് ട്രോളിനകത്ത് ഓടി ചോദിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും അടി ഈ കുട്ടികൾക്ക് കിട്ടിയതാണല്ലോ ഇന്നലെ പാളയത്ത് വെച്ച്. എന്നാൽ ആരെങ്കിലും ഇതിനകത്തൊരു കരുണയും സഹതാപവും ഒക്കെ പ്രകടിപ്പിച്ച് ഒരു പോസ്റ്റ് ഇടും എന്ന് കരുതി. പക്ഷെ എല്ലാ പോസ്റ്റിനടിയിലും ചിരിയുടെ ഇമോജി അല്ലാതെ വേറൊന്നും. എന്നിട്ട് ഈ ചെറുക്കന്മാർ ഈ കൊച്ചു പിള്ളേർ സെറ്റിനെ കൊണ്ട് ചുടിയോറ് വാരിപ്പിക്കുന്ന റഹീമിനെ വളരെ രൂക്ഷമായിട്ട് രക്ഷപ്പെട്ടു. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പഠിച്ച് രക്ഷപ്പെട്ട് വീടിനും നാടിനും തണലാകേണ്ട ഒരു കൂട്ടം യുവാക്കളിൽ അക്രമവാസന സന്നിവേശിപ്പിക്കുന്ന കാഴ്ച, പഠിക്കേണ്ട പ്രായത്തിൽ രക്തസാക്ഷിയാകാൻ പിള്ളേരെ ഉത്സാഹിപ്പിക്കുന്ന കാഴ്ച. രക്തസാക്ഷികളെ കൂട്ടിയിട്ട് വേണമല്ലോ അടുത്ത രക്തസാക്ഷി ഫണ്ട് പിരിക്കാൻ. ഭരണം പോയിരിക്കുകയാണല്ലോ, ചെലവിന് കുറവുമില്ല. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഒരു രാജ്യസഭാ മെമ്പറും. എന്താ നിലവാരം! എന്തായാലും അടുത്ത 5 വർഷം നമ്മുടെ നാടിനെ നല്ല ഉഷാറാക്കുവർ, അതുറപ്പാ. എന്നും അടി, കുത്ത്, വെടി, വെല്ലുവിളി, സമരം, ഹർത്താൽ, കല്ലേറ്, അങ്ങനെ എന്തെല്ലാം കാണാനിരിക്കുന്നു. ഇതിനു വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന പിള്ളേരോട് വീണ്ടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. നിന്നെയൊക്കെ ഇടികൊള്ളാൻ തെരുവിലേക്ക് ഇറക്കി വിടുന്നവന്മാരുടെ മക്കളെ ഇപ്പം എവിടെയാണെന്നൊന്ന് അന്വേഷിക്കണം. അവർ സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് പഠിക്കുകയാണ് ഭാവിക്ക് വേണ്ടി. അവരുടെയൊക്കെ ജീവിതം സേഫ് ആക്കുകയാണ് അവർ. സേഫാണ്. നീയൊക്കെ ഈ തല്ലും കൂടി പോലീസ് കേസുമായിട്ട് ഒരു വിദേശ രാജ്യത്ത് പോകാൻ പോലുള്ള അവസരമില്ലാതെ പഠിത്തവും നശിച്ച് തേരാപ്പാര വെറുതെ ഇങ്ങനെ അലയുക മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ മിച്ചം. ചിന്തിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ചെന്ന് നിന്ന് പിന്നെയും കൊള്ളു. ഓ